ലോകത്തെവിടെയായാലും 100% മരണമുറപ്പ്. അതാണ് പേവിഷബാധ എന്ന റാബിസ്. തെരുവുനായ്ക്കൾ വിഹരിക്കുന്ന നാട്ടിൽ പേവിഷബാധയുടെ മരണഭീതി നമ്മളെ വരിഞ്ഞുമുറുക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 106 പേർ പേവിഷബാധയാൽ മരിച്ചു. ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇതിൽ 24 പേർ വാക്സിൻ എടുത്തവരാണ്. മലപ്പുറം, കണ്ണൂർ, പത്തനംതിട്ട, കൊല്ലം ഈ ജില്ലകളിൽ 4 കുട്ടികൾ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയാൽ പിടഞ്ഞ് മരണത്തിന് കീഴടങ്ങി. സിയ ഫാരിസ് വെറും 6 വയസ്സ്. മലപ്പുറത്ത് തെരുവുനായയുടെ കടിയേറ്റു. തലയിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവുകൾ. വാക്സിൻ എടുത്തിട്ടും 1 മാസത്തിനുള്ളിൽ അവൾ പോയി. തീർന്നില്ല. ഭാഗ്യലക്ഷ്മി, നിയ, അഭിരാമി നമ്മുടെ കുട്ടികൾ. വാക്സിന് പോലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കടിയേറ്റവരുടെ, മരിച്ചവരുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ തെരുവുനായകൾ വിഹരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്ര ഭീകരമായത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ? റാബിസിനും ആൻറ്റി ഇമ്മ്യൂണോഗ്ലോബിനും സർക്കാർ ചെലവഴിക്കുന്ന ശതകോടികളുടെ കണക്കുകളുടെ ഫയലിൽ ഇതിനുള്ള ഉത്തരമുണ്ട്. നമ്മുടെ നാട്ടിൽ കോഴിയെ കൊല്ലാനും താറാവിനെ കൊല്ലാനും നിയമമുണ്ട്. പന്നിയെയോ ആടിനെയോ മുയലിനെയോ പോത്തിനെയോ കൊല്ലാനും നിയമം അനുവദിക്കുന്നു. എന്നാൽ നായയെ കൊല്ലാൻ മാത്രം നിയമമില്ല. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് ആക്റ്റും ABC റൂൾസും നായകളെ പേവിഷബാധ ഉള്ളവയെപ്പോലും കൊല്ലുന്നത് തടയുന്നു. ഈ ഭീകര യാഥാർത്ഥ്യത്തിൻ്റെ നിഴലിൽ നമ്മുടെ പ്രതിഷേധ സ്വരങ്ങൾക്ക് പോലും വിലയില്ലാതാകുന്നു. എന്തുകൊണ്ട് നായകൾക്ക് മാത്രം ഇത്ര പരിരക്ഷ? ഒരുപക്ഷെ അന്വേഷണം എത്തിക്കുക കോടാനുകോടികൾ ലാഭമുണ്ടാക്കുന്ന വാക്സിൻ മരുന്ന് ലോബികളുടെ കറുത്ത കൈകളിലേക്കാകും. നമ്മുടെ കുട്ടികളുടെ മുഖം വികൃതമാക്കുന്ന, വയോധികരെ കടിച്ചു കീറുന്ന ഭീഷണിക്ക് കാരണം വെറും അന്ധമായ മൃഗസ്നേഹമെന്ന് അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കില്ല. നമ്മുടെ നാട്ടിൽ ആൻറ്റി റാബിസ് വാക്സിനുകൾക്കും ആൻറ്റി ഇമ്മ്യൂണോഗ്ലോബിനുകൾക്കും ചെലവഴിക്കുന്ന തുക മാത്രം 3000 കോടിയോളം വരും. വാക്സിൻ വില 250 രൂപ മുതലെങ്കിൽ ഗ്ലോബിൻ വില 6000-ലേറെയാണ്. തെരുവുനായ വന്ധീകരണത്തിനും ABC സെന്ററുകൾക്കുമായി സർക്കാർ ചെലവഴിക്കുന്ന ശതകോടികൾ ഇതിനും പുറമെ. തെരുവുനായകളുടെ ആക്രമണത്തിനെതിരെ നിലവിൽ ആകെ ചെയ്യാനാകുക നായകളുടെ വന്ധ്യംകരണം മാത്രമാണ്. എന്നാൽ വന്ധീകരണത്തിനുള്ള വ്യവസ്ഥകളും നമ്മളെ സ്തബ്ധരാക്കും വിധം കർശനമാണ്. ABC കേന്ദ്രത്തിൽ തെരുവുനായയെ വന്ധീകരിക്കണമെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. നിശ്ചിത വർഷം അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാരുടെ സേവനം വേണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 6 ദിവസം സംരക്ഷിക്കണം. മാത്രമല്ല ABC കേന്ദ്രത്തിൽ റെഫ്രിജറേറ്ററും വേണം. മനുഷ്യന് കിട്ടുമോ ഈ സൗകര്യങ്ങളെന്ന തിരിച്ചുള്ള ചോദ്യം വേണ്ട. വ്യവസ്ഥകളിൽ ഇളവ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടും വഴങ്ങിയിട്ടില്ല കേന്ദ്രം. കർശന വ്യവസ്ഥകളുണ്ടെങ്കിലും സർക്കാർ എന്താണ് ചെയ്യുന്നത്? അനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC പ്രോഗ്രാം, അത് വലിയ പരാജയമാണ്. ഓരോ വർഷവും തെരുവുനായകളുടെ എണ്ണം 20%-ലേറെ വർദ്ധിക്കുന്നു എന്ന കണക്ക് മാത്രം മതി ഇതിന് തെളിവ്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ആവശ്യമായ പണം ലഭിക്കുന്നില്ല. ലഭിച്ചാലും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുമില്ല. 2023-ലെ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അവ്യക്തത അക്രമകാരികളായ നായകളെ നീക്കം ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ അപര്യാപ്തത നായകൾക്ക് പെറ്റുപെരുകാൻ സാഹചര്യമൊരുക്കുന്നു. യഥാർത്ഥ ഉത്തരവാദികൾ ആര്? പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ എന്ന് പറയുന്നു VD സതീശൻ. ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം, അതിന് സ്റ്റെറിലൈസ് ചെയ്യണം മൃഗങ്ങളെ. അതിന് എല്ലാ ലോക്കൽ ബോഡിയിലും സംവിധാനങ്ങൾ വേണം. എല്ലായിടത്തും ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത്, ഒരിടത്തും ഇല്ല. മൃഗസംരക്ഷണ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഗൗരവതരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിന് അപമാനകരമായി സംഭവങ്ങൾ തീരുമെന്നാണ് പറയാനുള്ളത്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു. കർശന ABC നിയമങ്ങൾ തെരുവുനായ നിയന്ത്രണത്തിന് തടസ്സമെന്ന് മന്ത്രി MB രാജേഷ് പറയുന്നു. ഫലത്തിൽ സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കയ്യും കാലും കെട്ടിയിട്ട് പട്ടിയുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ളതാണ് കേന്ദ്രത്തിന്റെ ചട്ടങ്ങൾ. ഇപ്പോൾ നിലനിൽക്കുന്ന ചട്ടങ്ങൾ അടിമുടി മാറ്റേണ്ടതുണ്ട്. നിലവിലുള്ള ചട്ടം തെരുവുനായ നിയന്ത്രണത്തെ
തെരുവുനായ ഭീഷണിയെ കൈകാര്യം ചെയ്യാൻ ഒട്ടും പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ്. നായകൾ പെറ്റുപെരുകാൻ വേണ്ടി മാത്രം ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ സർക്കാർ ഈ ഭീഷണിയെ അവഗണിക്കുകയാണ്. അതോ മരുന്ന് ലോബിയുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങുകയാണോ? നമുക്ക് നായകൾക്കായി കോടികൾ ഒഴുക്കാം, കടി കിട്ടുമ്പോൾ കരയാം, പ്രതിഷേധിക്കാം. എന്നാൽ ഇതൊന്നും മരുന്ന് ലോബിയുടെ ലാഭവഴിക്ക് ഇതുവരെ തടസ്സമായിട്ടില്ല. നിങ്ങൾക്കറിയാമോ, തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് മണിക്കൂറിന് 10 ലക്ഷം വരെ ഫീസ് വാങ്ങുന്ന പ്രമുഖ അഭിഭാഷകരാണ്. ഏത് തെരുവുനായകളാണ് ഇവർക്ക് ഈ പണം കൊടുക്കുന്നതെന്ന് ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. തെരുവുനായ്ക്കളുടെ നിയന്ത്രണം പാളുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരിയതുകൊണ്ടായില്ല. നമുക്ക് വേണ്ടത് തെരുവുനായയെ പേടിക്കാതെ ജീവിക്കാനുള്ള അവകാശമാണ്. നമ്മുടെ കുട്ടികൾക്ക് പേടിയില്ലാതെ വിദ്യാലയങ്ങളിലേക്ക് പോകാനാകണം, പുറത്തിറങ്ങി കളിക്കാനാകണം. നായസംരക്ഷകരെന്ന മുഖം മൂടി ധരിച്ച് നമ്മുടെ ജീവനെ കച്ചവടമാക്കുന്നവരുണ്ടോ? അങ്ങനെയെങ്കിൽ കരുതിയിരിക്കണം. വാക്സിൻ പോലും രക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്തിനു മിണ്ടാതിരിക്കണം? ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ?